ഇന്നലെ കോഴിക്കോട്ടെങ്കിൽ ഇന്ന് കൊച്ചി, അത്രമാത്രമേയുള്ളൂ വ്യത്യാസം. കഴിച്ച ഭക്ഷണത്തിന്റെ പണം ചോദിച്ചതിന് ഹോട്ടൽ ഉടമയ്ക്ക് യുവാക്കളുടെ മർദ്ദനമേറ്റു. കൊച്ചിയിൽ കട ഉടമ തൻസീലിനെയും ജീവനക്കാരെയുമാണ് ഒരു സംഘം ആക്രമിച്ചത്. കേസിൽ 3 പേർ തൃക്കാക്കര പോലീസിന്റെ പിടിയിലായി. കഴിച്ച ഭക്ഷണത്തിന്റെ പണം ചോദിച്ചതിന്റെ പേരിലാണ് തൃക്കാക്കരയിൽ കടയുടമയ്ക്കും ജീവനക്കാരനും യുവാക്കളിൽ നിന്ന് ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. തൃക്കാക്കര അത്താണി സ്വദേശിയായിട്ടുള്ള തൻസിൽ, അതോടൊപ്പം തന്നെ ആ കടയിലെ ജീവനക്കാരനായിട്ടുള്ള അസം സ്വദേശി അബ്ബാസ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. അവിടെ മുനിസിപ്പൽ മാർക്കറ്റിന് സമീപമാണ് ഈ തൻസിൽ ഒരു ഷോപ്പ് നടത്തുന്നത്. ടീ കമ്പനി എന്നതാണ് ആ ഷോപ്പിന്റെ പേര്. അവിടെ ചായ, സ്നാക്സ്, അതോടൊപ്പം തന്നെ ലഘുഭക്ഷണം എന്നിവ വിൽക്കുന്ന കടയാണ്. അവിടെ 3 യുവാക്കൾ പതിവായി എത്താറുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം പണം കൊടുക്കാതെ മുങ്ങുകയായിരുന്നു പതിവ്. ഇത് ഈ കടയുടമയടക്കം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഈ 3 യുവാക്കൾ കടയിലെത്തി. അതിനുശേഷം അവിടെ നിന്ന് പതിവ് പോലെ ഭക്ഷണം കഴിച്ച് പണം കൊടുക്കാതെ പോകാൻ ശ്രമിച്ചു. ഇത് ആ കടയുടമ തടയുകയാണ് ഉണ്ടായത്. ഇത് ചോദ്യം ചെയ്തു. മാത്രമല്ല, നിങ്ങൾ മുൻപും ഇതേ രീതിയിൽ പണം നൽകാതെ പോയിട്ടുണ്ടോ എന്ന കാര്യവും ബോധ്യപ്പെടുത്തി. അങ്ങനെ അതിൽ പ്രകോപിതരായിട്ടാണ് ഈ യുവാക്കൾ കടയുടമയെ അടക്കം മർദ്ദിക്കുന്നത്. ആദ്യം ജീവനക്കാരനെ തല്ലുന്നു, അതിനുശേഷം കടയുടമയെ ക്രൂരമായി മർദ്ദിക്കുന്നു. കടയുടമ തൻസിലിന്റെ തലയ്ക്കും മൂക്കിനും ഒക്കെ തന്നെയാണ് പരിക്ക് ഏൽക്കുന്നത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നമ്മളിങ്ങനെ വരെയും വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നിങ്ങളിങ്ങനെ കട വെച്ചേക്കൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടായിക്കൊണ്ട് പിന്നെയും വഴക്കിന് വന്നു. അങ്ങനെ അത് പ്രശ്നം അങ്ങനെയുള്ള ഉന്തലുണ്ടായി. ആൾ പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നിട്ട് നമ്മുടെ സ്റ്റാഫിനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കാതെ കടയുടെ അകത്തൊരു സ്റ്റാഫിനെ തല്ലായിരുന്നു. പിന്നീട് അത് എല്ലാം മൊത്തത്തിലൊരു തല്ലായിട്ട് മാറി. കടയുടമ തൻസിലിന്റെ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തു. തുടർന്ന് അന്വേഷണം നടത്തി. അങ്ങനെ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. പൊന്നാനി സ്വദേശിയായിട്ടുള്ള ശ്രീശാന്ത്, അതോടൊപ്പം തന്നെ പാലക്കാട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ്, ആസാദ് കോഴിക്കോട് സ്വദേശി എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവർ തൃക്കാക്കര മേഖലയിൽ ഒരു ഷവർമ കടയിൽ ജോലി ചെയ്യുന്നവരാണ്. എന്തായാലും വിശദമായിട്ടുള്ളൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. അതിനിടെ പ്രതികൾക്കെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. പ്രതികളെ സ്റ്റേഷനിലേക്ക് ഘട്ടത്തിലായിരുന്നു ആ പ്രതിഷേധം അരങ്ങേറിയത്. മാത്രമല്ല, അവർ ആവശ്യപ്പെട്ടത്, ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടത് വ്യാപാരി സമൂഹത്തിന് വലിയ തോതിലുള്ള സുരക്ഷിതത്വം പോലീസ് അടക്കം ഉറപ്പാക്കണം എന്ന കാര്യമാണ്. കൂടാതെ ഈ സ്റ്റേഷനിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ചുമതലപ്പെട്ട ഒരാളെ സ്റ്റേഷനിലേക്ക് പോലീസ് വിളിച്ചു വരുത്തി കുറേ നേരം അവിടെ ഇരുത്തിച്ചു എന്ന ഒരു പരാതിയും അവർ മുന്നോട്ട് വെച്ചു. നമ്മളിവിടെ നിവേദനം കൊടുക്കാൻ വന്നത്, ആ നിവേദനം കൊടുക്കാൻ വന്നപ്പോൾ പ്രതികളെ ഇവിടെ ഇറക്കുകയുണ്ടായി. ഈ യൂത്ത് വിങ് നമ്മുടെ അംഗങ്ങൾ അവരോട് ഇത്തരം വ്യാപാരികളോട് ആക്രമിക്കരുത് എന്ന് ആവശ്യപ്പെട്ടത് മാത്രമേ ഉള്ളൂ. പക്ഷേ പോലീസ് അവരെ പ്രദീപ് ജോസിനെ അടക്കം അകത്തേക്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനകത്ത് പ്രകോപനമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവർ അകത്തേക്ക് കൊണ്ടുപോയത്. ഞങ്ങൾ ഞങ്ങളെ പിരിഞ്ഞു പോകാൻ പ്രതികൾക്ക് നേരെ നിങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രതികളെ പിന്നീട് പോലീസ് സംഘം കോടതിയിൽ ഹാജരാക്കി. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഏറി വരുന്നുണ്ട്. അതിൽ കർക്കശമായിട്ടുള്ള നടപടി പോലീസിന്റെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നതാണ് ഏവരുടെയും ആവശ്യമായി ആ മേഖലയിലടക്കം ഉയർന്നു വന്നിട്ടുള്ളത്. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.